ഇത് നമ്മൾ താമസിച്ച റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു വീട്, സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടുള്ളൊരു വീട്. അത് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നേരം വൈകി, അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ളതാണ്. ഇവിടെ ഒരു ഇതാണ് ലൈഫ് അപ്പാർട്ട്മെൻ്റ് എന്ന പേര്. സ്വിമ്മിംഗ് പൂള് സൗകര്യമൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ കുളിച്ചു സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം. കോടമഞ്ഞുണ്ട്. അല്ല, കോടമഞ്ഞ് അത്ര വലിയ കാര്യമില്ല, എങ്കിലും ഉണ്ട്. ഉണ്ടാകും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ ഇറങ്ങി. ഏത് പള്ളിയാണ്? ബത്തേരി പള്ളി കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് മുത്തങ്ങ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം അതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് ഇനിയിപ്പം നമ്മൾ ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നീങ്ങും അല്ലേ രാവിലെ? അല്ലേ? അപ്പം അതിനനുസരിച്ച് നീങ്ങാം. മുത്തങ്ങ എത്ര കിലോമീറ്റർ ഉണ്ട്? അതെ, കുഴപ്പമില്ല. ഹലോ. ആ, ഇനി കോർഡിനേറ്റർ എന്താ പറയുക? നല്ലൊരു ശുഭയാത്ര നേരുന്നു. ഇത് മുത്തങ്ങ ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് നമ്മൾ ജീപ്പ് സഫാരി ഉണ്ട് കാട്ടിലേക്ക്. അത് ചോദിക്കാൻ പോയത് ഇവര്. എന്താ പറഞ്ഞേ? അതെയാ? അതെ, ഓക്കെ. ആ, അവരോട് പറയാം. നമ്മുടെ വണ്ടി ജീപ്പ് സഫാരി അപ്പം 3 മണിക്ക് തുടങ്ങുള്ളൂ. അപ്പം നമ്മൾ കാട്ടുകൂടെ ഒന്ന് റൗണ്ട് അടിക്കാം എന്നുള്ളതാണ് വിചാരം. എല്ലാവരും ബ്രെഡ് കഴിക്കും. ഫ്രഷ് കാട്ടം. ഇവിടെ ബലിയിടുന്ന സ്ഥലമാണ്. കണ്ട, ഇവിടെ അമ്പലമുണ്ട്. കണ്ട, ഇവിടെ അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു പുഴ, പുഴ പോലെ. ബാക്കിൽ കാടാ. അതെ, അവിടെ മൊത്തം കമ്പി വേലിയാ. കണ്ട, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണ വേലിയാണ്, ഫെൻസിങ് ആണ്. ഇത് ബത്തേരിയിലെ വലിയൊരു പള്ളിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയാ. കാണിച്ചരാ. കൊണ്ടാ ഗംഭീര പള്ളിയാട്ടാ. ശരിക്കും പറഞ്ഞാൽ
ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയെന്നാണ് പറയണത്. ഗാർഡൻ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ കണ്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ. പള്ളി എന്ന് പറഞ്ഞാലല്ലേ കാണാൻ മാത്രമുണ്ട്. ഇവിടെ അബുദാബി പള്ളി കാട്ടി വലിയ പള്ളിയാ. അടിപൊളി. അടിപൊളി പള്ളിയാ. പോവാ പോവാ. ഇതാണ് ആ പള്ളിയുടെ പേര്, സെൻറ് തോമസ് കത്തീഡ്രൽ. അങ്ങനെ പള്ളിയൊക്കെ കണ്ട് എല്ലാവരും വന്നു. അത് തുടരണ്ട. കേറിക്കോ കേറിക്കോ കേറിക്കോ. എല്ലാരും വിൽട്ടൺ ഹോട്ടൽ, വയനാട്ടിലെ വിൽട്ടൺ ഹോട്ടൽ ഭക്ഷണം കഴിക്കും. എല്ലാവരും ഈ ലൈന് മൊത്തം നമ്മുടെ ആൾക്കാരാണ്. വയനാട് വിൽട്ടൺ ഹോട്ടലാണ്. വിൽട്ടൺ ഹോട്ടൽ നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ഫുഡാണ്. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത്. ഇതാണ് ഹോട്ടൽ. എങ്ങനെയുണ്ട് ലഞ്ച്? അതെ, കഴിക്കാനുള്ള വയറില്ല. ഇവിടെ എല്ലാ സിനിമ നടന്മാരൊക്കെ വരുന്ന സ്ഥലമാട്ടാ അല്ലേ. എല്ലാവരും ഫോട്ടോ ഉണ്ട് അവിടെ. ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ മോഹൻലാല്, സത്യന്തിക്കാട്, അങ്ങനെ ഇവരൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ സിഗ്നേച്ചർ ചെയ്ത് ഫോട്ടോ എടുത്തു വെച്ച ആൾക്കാരാണ്. അങ്ങനെ നിവിൻ പോളി, രമേശ് ചെന്നിത്തല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും എടുക്കാൻ എന്താ ബുദ്ധിമുട്ടാ. രാഹുൽ ഗാന്ധി, അതെ പിണറായി സാറിൻ്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. എല്ലാവരും ഭക്ഷണം കഴിച്ചത് പുറത്തിറങ്ങി. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഹാപ്പി മൂഡാണ്. അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ച് കഴിച്ചു. ഇവിടുന്ന് മൂവിയാണ്. എവിടേക്കാണ് സ്ഥലത്തിൻ്റെ പേര്? എടക്കൽ ഗുഹ. എടക്കൽ ഗുഹയിലേക്ക് പോവാണ്. പക്ഷെ കഴിച്ച ഹോട്ടലിൽ ഒരു കാര്യം പറയാനുണ്ട്. അതായത് വോക്കിൻ ടോക്കി കൈപ്പിടിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫ് നടക്കുന്നത്. അത്രയ്ക്കും വലിയ റെസ്റ്റോറൻറ്റ്. 250 ആൾക്ക് ഒറ്റയടിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം.
വാക്കിൻ ടോക്കി പിടിച്ചിട്ട് നടക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, നല്ല പെരുമാറ്റം. അതെ അതെ. പിന്നെ അങ്ങനെ ഞങ്ങൾ എടക്കൽ ഗുഹ കാണാൻ വേണ്ടി ആ എടക്കൽ ഗുഹയുടെ അടുത്തെത്തി. ഇനി ഒരു 1 കിലോമീറ്റർ ഇവിടെ നിന്ന് നടക്കണം. എടക്കൽ ഗുഹ കണ്ടുവരുമോ? സജീവ ക്യാപ്പ് എടുത്തില്ലേ? ഒരു കാര്യം ചോദിക്കാനാ, ഇതിന്റെ ഈ മേലെ കാണുന്ന ആ ഫ്ലാഗ് ഇല്ലേ, അത് അമ്പലമാണോ? ആ ആ ഭയങ്കര ഹൈറ്റില്ല, ഈ ഹൈറ്റില്. ആ ഓ, ഗുഹ താഴത്താണോ? ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിന്റെ കിലോമീറ്റർ വയനാട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ എടക്കൽ ഗുഹ കയറ്റം കയറി കിതച്ചു. കയറ്റം ഭയങ്കര കയറ്റ ആണേ, ഇജ്ജതി കയറ്റ. ഒരാളതാ തള്ളി കയറ്റിന്. അയ്യ തീ കാണിച്ചാ. അതെ, എടക്കൽ നമ്മുടെ കൂടെയുള്ള 2-3 ആൾക്കാർ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. കണ്ട, അല്ല സജീവനും നിഷയും മിന്നോസും. ഇതാണ് ഗുഹയിലേക്ക് പോണ വഴി. ഏകദേശം മേലേക്ക് എത്തി. 1.5 കിലോമീറ്ററോളം ഉണ്ടാവും. ഇത്രയും ഹൈറ്റിൽ പോകണം. ഒരുപാട് ഹൈറ്റ് ഉണ്ട്. നടന്ന് കഴിച്ചു പോയി. മിനി ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. നടക്കാം, ഇതില് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാം. ഞാൻ ഇവിടെ എത്തണം അല്ലേ? എന്നുണ്ട്? അയ്യോ, കുടിയാതിരി ഒന്നും അല്ലാന്ന് തോന്നൂല്ലേ? കൂടാതെ 10 ബുദ്ധിമുട്ടുള്ള ഒരു കയറ്റം ആണ് ഇത്. എൻ്റെ ഒരു കണക്കൂട്ടുള്ള കേട്ടാ. പക്ഷെ ഒരു സമയം വരണം ഇവിടെ. അതെ, ഇറങ്ങിയോ? ഗുഹയിലേക്ക് എത്തി. വലിയ ടാസ്ക്കാണ് കേട്ടാ. നടക്കാൻ വയ്യാത്തൊരു ഒരിക്കലും വരരുത്. അതെ, You are from? I'm from Bangalore. Okay, thank you. How feeling this? Very nice experience. Very nice. Nice trekking. Yeah. In life, one time should be come here. Everyone. Yeah, better. Trekking is always fun. Yes. Thank you. ഇറങ്ങാണ് പ്രശ്നം. എൻ്റെ പൊന്നു, ഏത് വഴി? ഇവിടെ സ്റ്റെപ്പ് എത്ര ആയിട്ടില്ല. അയ്യാ, അല്ലേ ഇവിടുന്ന് ടീച്ചറെ? അല്ലേ, 6000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഗുഹയാണിത്. ലിപികളാണ്. അത് ശരി. അത് പണ്ടുണ്ടായിട്ടുള്ള ഭൂകമ്പത്തില് പാറകള് വന്ന് വീണ് അതിന്റെ 2 പാറകൾക്ക് ഇടയ്ക്ക് വലിയൊരു പാറ തങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കൽ വലിയൊരു പാറ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഇടയ്ക്കൽ ഗുഹ എന്ന് പേര്. വലിയ പാറ മുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഈ പാറ.
ആ അമ്പേലൊക്കെ തങ്ങിക്കണത്. ആ ഇപ്പോൾ നമ്മൾ ചുരമലയിൽ കണ്ട അതേപോലെ തന്നെ. പക്ഷെ അന്നത്തെ പാറ വലുതായിരുന്നു. ഇന്ന് ചെറിയ ചെറിയ പാറയാണ് ചുരമലയിൽ വീണതെന്ന്. പക്ഷെ ഇനി എളുപ്പത്തിൽ താഴത്തേക്ക് എത്താനുള്ളത് വലിയ ടാസ്കാ. അതെ, സ്പോട്ട് അടിപൊളിയാ. ലൈഫിൽ ഒരിക്കൽ വരണ്ട തന്നെയാ അല്ലേ നിഷ? അല്ലേ പിന്നെ അത് പറയാം. അതെ, ഈ എടക്കൽ ഗുഹ എല്ലാവരും ഒന്ന് വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇതിന്. അതിവിടെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതായത് ഒരു ഉരുൾപൊട്ടലിൽ വന്ന പാറ അതൊരു ഗുഹയായി മാറുകയായിരുന്നു എന്നാണ് പറയണത്. ഇപ്പോൾ വൃന്ദ ടീച്ചർ പറഞ്ഞില്ലേ അതേപോലെ. എന്തായാലും ഇവിടെ വന്നിരിക്കാൻ നഷ്ടമായിരുന്നു. ഞാൻ വരണമെന്ന് വിചാരിച്ചില്ല. കാരണം ഭയങ്കര ഹൈറ്റിലാണ്, നടക്കണം. ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം. സത്യത്തിൽ പറഞ്ഞാൽ ശബരിമല പോണേക്കാട്ടിയും കയറ്റങ്ങളാണ്. അതുപോലെ കുടജാദ്രി ഇതിൻ്റെ 25% പോലും ഇല്ല, ഹൈറ്റോ അല്ലെങ്കിൽ വാക്കിങ്ങോ. അത്രയും ബുദ്ധിമുട്ട് ആണ് ഇവിടെ. എന്തായാലും ബൈക്കിനോരൊക്കെ വന്ന് കാണണം. അതെനിക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ വേർത്ത് വെള്ളത്തിൽ ചാടിയ പോലെയാണ് നിൽക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ചാടിയ പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇത് കാണാൻ ഭാഗ്യം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും കയറ്റം കയറി വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പം 3 ആൾ ഇനിയും പിന്നിലുള്ളവർ എത്തിയിട്ടില്ല ഇതുവരെ. ഈ ഒരു പാറയുടെ ഗ്യാപ്പ് കണ്ട, ഇതിനും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്നുള്ളത് എങ്ങനെ എങ്ങനെ ആണോ? അതെ, അങ്ങനെയാണ് പറയണത്. ഇനി ബാക്കിയുള്ളത് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുക. ഇത് പിന്നെ ഫുൾ ഗുഹയുടെ ഭാഗം. ചേട്ടാ, പാറയുടെ അവിടെ ഒരു ഗ്യാപ്പ് എന്താണ്? അത് ഒരു റോക്കായിട്ടായിരുന്നു പറയപ്പെടുന്നത്. അതിങ്ങനെ അടർന്നു മാറിയതാണ്. അടർന്നു മാറി അതവിടെ അടർന്നു മാറി. ഓക്കെ, ഒരു ഗ്യാപ്പായിട്ട് അവിടെ രൂപപ്പെട്ടതാണ്. ഓക്കെ, നാച്ചുറൽ ഫോംഡാണ്. ഓക്കെ, ഭൂകമ്പത്തിലുണ്ടായതായിട്ടാണ്. അത് ശരി. പക്ഷെ 30,000 വർഷത്തോളം നമ്മൾ പഴക്കം പറയപ്പെടുന്നു. ഓക്കെ, ഇതുണ്ടാകുന്നത് ഒരു ഭൂകമ്പത്തിലാണ്. ഓക്കെ, 30,000 വർഷം മുൻപ്. ഇനി എടക്കൽ എന്ന പേര് വരുന്ന ഈ കല്ലുകൾ തങ്ങി നിൽക്കുന്നുണ്ടാണ്. എടക്കൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6000 വർഷം മുൻപ് മുതൽ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിച്ചിരുന്നു. ആ സമയത്ത് അവർക്ക് എന്നോട് സംസാരിക്കാൻ ഭാഷയൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ കണ്ട കാര്യങ്ങൾ അവർ യൂസ് ചെയ്തത് അവരുടെ കൂടെ ഉണ്ടായിരുന്നൊക്കെ അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു. അപ്പോൾ നമ്മൾ നവീന ശിലായുഗം പ്രാചീന ശിലായുഗം പഠിക്കുന്നതിൽ നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ്. എടക്കൽ ഗുഹ പ്രശസ്തമാകുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടക്കൽ കേവാണ്. 500ഓളം സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലായത് 20% ഉള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് വന്ന് ഇവിടെ താമസിച്ച് ചിത്രങ്ങൾ വരച്ചു പോയി, മറ്റു സ്റ്റെപ്പ് വന്ന് അതിന് മുകളിൽ കോറി വരച്ചുകൊണ്ട് കുറച്ച് ഓവർലേപ്പായിട്ട് പോയിട്ടുണ്ട്. അതിൽ മെയിൻ ചിത്രം ഇവിടെയാണ്. ഇവിടെ ഒരു ഗോത്രത്തലവൻ്റെ ചിത്രമുണ്ട്. ട്രൈബൽ ലീഡർ കൈയൊക്കെ ഉയർത്തി പിടിച്ച് ഫെദറിൻ്റെ ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു ട്രൈബൽ ലീഡർ. ഓക്കെ ഓക്കെ, സെയിം പേഴ്സൻ്റെ പുറകുവശമാണ്. ഇത് മുൻവശവും ഇത് പുറകുവശവുമായിട്ട് കണക്കും. കുറച്ച് പുറകോട്ടൊന്നും അത് കാണുന്നു. ട്രൈബൽ ലീഡറിൻ്റെ പുറകുവശം, മുൻവശവും പുറകുവശവും. ഓക്കെ, അതൊരു മുഖം. ഓക്കെ, കണ്ണു മൂക്കൊക്കെ കാണാം. ഓക്കെ, എൻ്റെ വല സൈഡിൽ ഒരു ആനയുടെ ചിത്രമുണ്ട്, എലിഫന്റ്. ഓക്കെ ഓക്കെ, ഉണ്ട് ഉണ്ട്. ട്രങ്ക് ഫേസിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈപിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ കുട്ടിയുടെ കൈപിടിച്ച് നിൽക്കുന്നു. ഓക്കെ, ആ റൗണ്ട് സൂര്യനെ അനുസ്മരിക്കുന്നു. ഓക്കെ, സൂര്യൻ്റെ മുകളിൽ ഒരു മയിലിൻ്റെ ചിത്രമുണ്ട്, ഒരു പീക്കോക്ക്, ഒരു 2 ലൈൻ അങ്ങനെ പോകുന്ന ഒരു മയിലിൻ്റെ ചിത്രം. ഓക്കെ, അവിടെ ലാഡർ പോലെ കാണുന്നില്ലേ, അത് വണ്ടിയുടെ ചിത്രം. പുഷ് കാർട്ട് വെഹിക്കിളാണ്. അതിൻ്റെ നടക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ വീലുകളുണ്ട്, കാണുന്നില്ല? കാർട്ട് വെഹിക്കിൾ
അപ്പോൾ ഈ ഉന്തുവണ്ടിയൊക്കെ വരാൻ കാരണം പറയപ്പെടുന്നു നമ്മൾ 6000 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 4000, 3000, 2000 അങ്ങനെ സ്റ്റെപ്പായിട്ട് ജനങ്ങൾ താമസിക്കുന്ന പറയുന്നത്. അവർ ഒരു ഏജിലുള്ള ചിത്രങ്ങളല്ല, ഡിഫറെൻ്റ് ഏജിലുള്ള ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മൾ ഏറ്റവും പഴക്കം 6000 വർഷം ഉണ്ടെങ്കിലും പിന്നീട് 4000, 3000, 2000 അങ്ങനെ സ്റ്റെപ്പായിട്ട് ജനങ്ങൾ താമസിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്ത്രീ രൂപമുണ്ട്. എവിടെയത്? ഇതൊരു ട്രയാങ്കിൾ ലേഡി ഫിഗർ നോക്കുക. ആ ഓക്കെ ഓക്കെ, കണ്ടില്ലേ? ഓ ഇനി ഇങ്ങോട്ട് പോകും. ഇതാ സമയത്ത് അവരുടെ മെയിൻ ഹോബി ഹണ്ടിങ് ആയിരുന്നു പറയപ്പെടുന്നത്. അപ്പോൾ അവര് ഹണ്ടിങ് ഒക്കെ നടത്തി മൃഗത്തിന് കിട്ടിക്കാൻ സന്തോഷിച്ച് ഡാൻസ് കളിക്കുന്ന ചിത്രമാണ് ഇത്. പുരുഷൻ, ഇത് സ്ത്രീ. സ്ത്രീ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ചിത്രമായിട്ടാണ്. അമ്പും വില്ലും പിടിച്ച് നിൽക്കുന്നു. ഇവിടെ ഒരു സ്ത്രീ ഒരു പുഷ്കാട്ട് വെഹിക്കിളിന്റെ മുകളിൽ നിൽക്കുന്നു. ഇതേ സമയത്ത് അവർ ഉപയോഗിച്ച വെപ്പൺസ് നൈഫ്, ബോ ആൻഡ് ആരോ, സ്റ്റോൺ ആക്സ്. അപ്പൊ ഇത്തരം വെപ്പൺസ് ഉപയോഗിച്ച് അവർ ഹണ്ടിങ് ചെയ്തുകൊണ്ടാണ് താമസിക്കുന്നത്. ഓക്കെ, വീലുണ്ട് അല്ലേ അന്നത്തെ കാലത്ത്? വീലുകൾ 10000 വർഷം മുൻപ് തന്നെ പിന്നെ ഇത് ബ്രഹ്മലിപിയാണ്. ഇത് 2000 മുതൽ 2500 വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട്. ബ്രാഹ്മിലിപി വരാൻ കാരണം സദൺ സല്ലേറ്റം പഴയ ലാംഗ്വേജ് നമ്മൾ തമിഴായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇത് ബ്രഹ്മി തമിഴാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാണ്. എഴുതിയിരിക്കുന്നത് പല പുലി, തത്തക്കാരി, വേടും കോമലൈ, കച്ചവനു ചത്തി എന്നാണ്. പല പുലിയെ കൊന്ന ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ്. പ്രാചീന സംസ്കൃതത്തിൽ ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബിയെ കുലവർദ്ധന ആശ്രയിക്കുന്നത്. വിഷ്ണുവർമ്മൻ എന്ന് പറഞ്ഞാൽ ആരോ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ശ്രേയസ്സിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇത് നമ്മുടെ തെയ്യം, കരകാട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ആട്ടക്കോലങ്ങൾ ആ സമയത്ത് അവർ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. താഴെയാണ് മേലക്രമം. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളും 2 ലിപികളും കൊണ്ടാണ് എടക്കൽ ഗുഹ പ്രശസ്തം. കണ്ടുപിടിക്കുന്നത് 1894 അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് പൗസറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഇവിടെ നായാട്ടിന് വേണ്ടി വരികയും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയതിന് ശേഷം 1901 ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന് പറയുന്ന മാഗസിനിൽ ലേഖനം എഴുതി പബ്ലിഷ് ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 4000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. ഇവിടെ ഡ്രെയിനേജ് ഉണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടെ തങ്ങി നിൽക്കില്ല. അതിനുള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ട് ഇവിടെ വെള്ളം തങ്ങി നിൽക്കില്ല എത്ര മഴ പെയ്താലും. അതുകൊണ്ടാണ് ഞങ്ങളോട് താമസിച്ചത്. റോക്ക് ഷെഡായിട്ട് ഉപയോഗിച്ച് അവർ താമസിച്ചിരുന്നത്. മഴ പെയ്തിട്ട് വെള്ളം തങ്ങിക്കൊണ്ട് പിന്നെ അവർക്ക് താമസിക്കാൻ പറ്റില്ല. അത് നാച്ചുറലായിട്ട് ഫോമാണ്. വെള്ളം തങ്ങി നിൽക്കാണ്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജനങ്ങളോട് താമസിച്ചെന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഒന്ന് താഴെ എത്ര വർഷം മുമ്പാണ് അത് ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞത്? എത്ര? 6000 വർഷം മുമ്പ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അങ്ങനെ എന്താണ് ഇതിൻ്റെ സ്ഥലം? അങ്ങനെ എടക്കൽ ഗുഹയുടെ മഹാത്ഭുതങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫ് ഇവിടുത്തെ പറഞ്ഞു തന്നു. പക്ഷെ എല്ലാവരും വന്ന് കാണണം എടക്കൽ ഗുഹ അല്ലേ. ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗുഹയാണ്. ഗോത്രവർഗ്ഗങ്ങൾ താമസിച്ച് ഇതിലിപ്പോൾ പ്രത്യേകത ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ വെള്ളം നിൽക്കില്ല എന്ന് പറയുന്നത്. താഴത്ത് വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകുന്നു അന്നത്തെ കാലത്ത്. അതെ. അപ്പം അങ്ങനെ എല്ലാവരും എടക്കൽ ഗുഹ വന്നിട്ട് കാണുക, അത്രയ്ക്ക് പറയുള്ളൂ. ഇത് എടക്കൽ ഗുഹയുടെ കവാടാണ് ഈ ബാക്കിൽ കാണുന്നത്. പിന്നെ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാഴ്ചയിൽ നമുക്ക് നല്ല നല്ല ദൃശ്യങ്ങൾ കാണാം. ഫുള്ള് പറഞ്ഞിട്ട് നോക്കി, ഫുള്ള് പറയാ. ഇതിപ്പോഴേ ഈ എടക്കൽ ഗുഹയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലൊരു കുരിശുപള്ളിയാണ് മാതാവിൻ്റെ. മനസ്സിലായി? ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് മിസ്റ്റർ രാഹുൽ ഭായ്, വയനാട് നമ്മളെ കൊണ്ട് നടക്കുന്ന ആള് രാഹുൽ ഭായി ആണ്. പിന്നെ ഇവിടെ അനുനായികൾ അനുനായികൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഇവിടുത്തെ കറക്കം, വയനാട്ടെ കറക്കം മൊത്തം കഴിഞ്ഞു. ഇനി തിരിച്ചു പോവാണ്. എല്ലാവരും ഹാപ്പിയായി തിരിച്ചു പോവാണ്. ഇനി നേരെ കോഴിക്കോട്. പിന്നെ കോഴിക്കോട് ചെന്നിട്ട് ഞങ്ങൾ ആലോചിക്കും എവിടെ പോകണം എന്നുള്ളത്. നേരെ കോഴിക്കോട് പോവും. അതെ, നേരത്തെ എത്തുകയാണെങ്കിൽ ബീച്ചിലൊന്ന് കയറണം, അതാണ് ഉദ്ദേശം. ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ നിന്ന് വരുമ്പോഴേ കൽപ്പറ്റയിൽ ഈ ചൂരൽമല ദുരിത ബാധിതർക്ക് ഉണ്ടാക്കുന്ന വീടുകൾ കണ്ടു. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഭംഗിൻ്റെ ഇട്ട വീട് അല്ലേ. ചെറിയ വീടാണെങ്കിലും ഭംഗിയുണ്ട്. ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന വീടുകളാണ്. എല്ലാ സൗകര്യമുള്ള വീടുകളാണ്. കണ്ടാ, ഫെൻസിങ് മതിലാണ് വെച്ചുള്ളത്.
ഒരുപാട് വീടുണ്ട്. എത്ര കണക്ക് നമുക്ക് അറിയില്ല കേട്ടോ അല്ലേ. ടൂറിസ്റ്റ് ബസ് ഇറങ്ങാൻ വന്നിട്ടുണ്ട് കാണാനായിട്ട്. എല്ലാം ഉണ്ട്, എല്ലാം എവരിത്തിങ്. സോളാർ വരെ ഉണ്ട്. അതാ കാണു മേലെ. പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സോളാർ വെച്ചിട്ടുണ്ട് എല്ലാ വീടിനും. കണ്ട സോളാർ വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ നോക്കിയാ സോളാർ ഇരിക്കുന്നൊക്കെ. ഇവിടെ 400 ചില്ലാൻ വീടുണ്ടെന്നാ പറയണത്. പക്ഷെ ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വാല്യൂ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പറ്റല്ലേ. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂൾ എല്ലാ സംവിധാനം ഉണ്ടെന്നാണ് പറയണത്. അവിടെ ഒക്കെ വീടുകളാ. അവിടെയൊക്കെ താഴത്ത് കണ്ട പെയിന്റ് അടിച്ചിടണം വീടുകൾ. ഇവിടെയൊക്കെ ചെടി വെച്ച് പിടിപ്പിച്ചിടണം. എല്ലാ സംവിധാനങ്ങളും കേട്ടോ. കറണ്ട്, സോളാറ്, ലൈറ്റ്. ഇതിൻ്റെ മേലേക്ക് ഇനിയും വീട് പണിയുള്ള റൂം പണിയുള്ള ഉറപ്പുള്ള ഫൗണ്ടേഷനാണ് ഇട്ടുള്ളതെന്നാണ് പറയണത്. ഞങ്ങളപ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ചെടി അടക്കം വെച്ച് പിടിപ്പിച്ചിറങ്ങണത് നോക്ക്. അത്യാവശ്യം സൗകര്യമുള്ള വീടാട്ടാ. കാബോർഡ്, അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല വർക്കായിട്ട് കേട്ടാ. വൃത്തിയുള്ള വർക്കാ. ഇവിടെ ഒരു ബെഡ്റൂം. ലോക നിലവാരത്തിലുള്ള വർക്കാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇത് കേരളത്തിൽ തന്നെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട് കേട്ടാ. എന്താ പറഞ്ഞേ? ഫിറ്റിങ്സിനാ? കിച്ചൺ എങ്ങനെയുണ്ട്? അതെ, അടിപൊളി സെറ്റപ്പ് വീടാട്ടാ. ബാക്കിൽ സ്ഥലം ഉണ്ടാ? മുറ്റത്ത് ഇന്റർലോക്ക്, ചെടി, എന്തൊക്കെ ഭയങ്കര സംഭവം തന്നെ. അങ്ങനെ ഞങ്ങൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി രാത്രി. അപ്പോൾ അങ്ങനെ ഗുഡ് നൈറ്റ്.